അല്ല നോക്കൂ, നമുക്ക് ഈ വിഷയത്തിൽ ആക്ച്വലി ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നതിൽ തന്നെ പ്രസക്തിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് PV അൻവർ എന്ന് പറയുന്നത്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പിണറായിക്കെതിരെ അല്ലെങ്കിൽ ബഹുമാനീയ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പുറത്തു വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാം വാലും ചുരുട്ടിയിരിക്കും. അപ്പോൾ CPM ഒരിക്കൽ പിടിച്ച് ജയിലിലിട്ടതോടുകൂടി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ജയിലിലിട്ടതോടുകൂടി അതെല്ലാം മറന്ന് ഇപ്പോൾ വന്യജീവികളുടെ വന്യജീവികൾക്കെതിരെ ജനങ്ങളെ സംരക്ഷകനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയതാണോ അതോ ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് ഞാൻ നിരുപാധികം പിന്തുണ കൊടുക്കുന്നു എന്ന് പറയുന്നു. അവിടെ അത് പറയുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. അവിടെ VS ജോയിക്ക് വേണ്ടി സംസാരിക്കുകയും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് എതിരെ പറയുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. നിലമ്പൂർ പോലും അടുത്ത് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് പോലും അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം സംഭവിച്ച കാര്യങ്ങളറിയാം. അവിടെയും കോൺഗ്രസിനെയാണ് വീക്കാക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയത്. അപ്പോൾ ഇത് CPMഉം അൻവറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണോ അതോ UDFും അൻവറും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം. ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ അടുത്ത് പോയി സന്ധി ചെയ്യുകയും അതേ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതെങ്ങനെയാണ് UDFിന് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്? അതുപോലെ ഇപ്പുറത്ത് മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായി പറയുകയും ചില CPM നേതാക്കളോടൊപ്പം അടുപ്പം കാണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം. അപ്പോൾ ഇത് ആകെ മൊത്തത്തിൽ പൊതുസമൂഹത്തെ തന്നെ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള വലിയൊരു മൂവ്മെൻ്റാണ് ഇപ്പം പുള്ളി നടത്തിയത്. പുള്ളി എന്താണ് ചെയ്യുന്നതെന്ന് രാഷ്ട്രീയ ഒരു വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പൊതുസമൂഹം വിലയിരുത്തട്ടെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് പോയി തൃണമൂലുമായി സഖ്യമുണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായി സഖ്യമുണ്ടാക്കി ഇന്ത്യ മുന്നണി സഖ്യം കേരളത്തിലുണ്ടാക്കുമെന്നാണ് അദ്ദേഹം. സ്വാഭാവികമായി ഇന്ത്യ മുന്നണി സഖ്യം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട കക്ഷി കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM, ആം ആദ്മി പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികളാണ്. പക്ഷേ നമ്മൾ നോക്കൂ, ഈ സഖ്യം തന്നെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ച് പരാജയപ്പെട്ടതാണ്. ആ പരാജയപ്പെട്ട സംഭവത്തെയാണ് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വലിയൊരു പരിശ്രമം നടത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമില്ല. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ സെപ്പറേറ്റ് മാറി മത്സരിക്കുകയാണ്. അപ്പോൾ ആ മുന്നണി സംവിധാനത്തെയാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് PV അൻവർ പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ മമതാ ബാനർജി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ വലിയ റാലി, ആ റാലിയിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന നേതാവായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി പോലും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് തൃണമൂൽ കോൺഗ്രസും UDFുമായി ഇവിടെ ഒരുമിച്ച് പോകാൻ വേണ്ടി സാധിക്കുന്നത്? ഇത് ഒരു പൊള്ളയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണോ എന്താണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അൻവറിന് എവിടെയെങ്കിലും ഒരു ചേക്കേറണം. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളും ഇപ്പോൾ തണുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരാണ് തണുപ്പിച്ചത്? ആരാണ് അതിൻ്റെ പിന്നിൽ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു കേസ് ചാർത്തി കൊടുത്തതോടുകൂടി പിണറായിക്കെതിരെയുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആ അഴിമതി ആരോപണങ്ങൾ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ആരോപണങ്ങളിൽ നിന്നും PV അൻവർ പിറകിലോട്ട് പോയോ എന്നുള്ള കാര്യമാണ് ചോദിക്കുക. അപ്പം എന്താണ് പിറകിലോട്ട് പോകാനുള്ള സാഹചര്യം? എന്താണ് കാരണം? ഈ കാര്യങ്ങളാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. അപ്പം അൻവർ എവിടെയോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നു, എവിടെയോ പിന്നിലോട്ട് വലിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്.